തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം അവസാന അധ്യായമാണ് 16-ാം അധ്യായം. അതിൽ 26 വാക്യങ്ങളാണുള്ളത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ സമാപന ആശംസകളാണ്. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ റോമിലുള്ള വിശ്വാസികളായ സഹോദരങ്ങളെ സത്യസുവിശേഷം അനുസരിച്ച് മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ജീവിക്കുവാൻ അനുഗ്രഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഈ അധ്യായത്തിൽ പൗലോസ്ലീഹ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ അനുസരണത്തെക്കുറിച്ചാണ്. പല വിധത്തിലുള്ള അനുസരണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിർബന്ധപൂർവം അനുസരിക്കേണ്ടവരാണ് ജനങ്ങൾ. ഭയം കൊണ്ടും അനുസരിക്കേണ്ടി വരുന്നു. ഉദാഹരണം, പല ഭവനങ്ങളിലും മാതാപിതാക്കൾ മക്കളെ അനുസരണം പഠിപ്പിക്കുന്നത് വടിയുടെ സാന്നിധ്യം മൂലമാണ്. 70-80 കിലോഗ്രാം ഭാരമുള്ള മനുഷ്യൻ 2500 മുതൽ 7000 കിലോഗ്രാം വരെ ഭാരമുള്ള ആനയെ കേവലം ഒരു വടി കൊണ്ട് അടിച്ച് ഭയപ്പെടുത്തി അനുസരിപ്പിക്കുന്ന കാര്യം നമുക്ക് സുപരിചിതമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനുസരണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായി, യേശുവിൻ്റെ അനുസരണമാണ് ശ്രേഷ്ഠമായ മാതൃകയുള്ള അനുസരണം. ഫിലിപ്പിയ ലേഖനം 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളവും ക്രൂശിലെ മരണത്തോളവും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. 2, അനുസരണക്കേടിൻ്റെ ആരംഭം റോമർക്ക് എഴുതിയ ലേഖനം 5:19 പറയുന്നുണ്ട്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. 3, അനുസരണം ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് എന്ന് യാക്കോബ് ശ്ലീഹ 3:17 പറയുന്നു. ഉയരങ്ങളിൽ നിന്നുള്ള ജ്ഞാനമോ അത് ഒന്നാമത് നിർമ്മലവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. അതുപോലെ ഏത് വിധത്തിലാണ് ജാതികൾ അനുസരണത്തിലേക്ക് വരുന്നത് എന്ന് പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 15:18 രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും റോമിലുള്ള ജനങ്ങൾ സുവിശേഷം ശ്രവിച്ച് വിശ്വാസം സ്വീകരിച്ച് അനുസരണമുള്ളവരായി തീർന്നു. ഇവരുടെ അനുസരണം മറ്റുള്ള എല്ലാവർക്കും നല്ല മാതൃകയായി തീർന്നു. അതിൽ പൗലോസ്ലീഹ സന്തോഷിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമ്മളും വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും ദൈവീകമായി അനുസരണമുള്ളവരായി മറ്റുള്ളവർക്ക് നല്ല മാതൃകയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.